ത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതത്തിന്റെ യാതൊരു വിധത്തിലുള്ള വിധിവിലക്കുകളും ലംഘിക്കാതെ തന്നെ നമുക്കിവിടെ സ്നേഹം സാധ്യമാണ്, സൗഹാർദ്ദം സാധ്യമാണ്. നമുക്കിടയിൽ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനുള്ള സർവ്വവിധ പ്രവർത്തനങ്ങളും സാധ്യമാണ്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യമുണ്ടായാൽ മതി. ആ ഉത്തരവാദിത്വ നിർവഹണത്തെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ പരസ്പരം അന്വേഷിക്കും. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കാൻ തയ്യാറാകും. അവിടെ മതം ഒരിക്കലും ഒരു പ്രമേയമായി കടന്നു വരില്ല. മതം അവർക്കൊരു പ്രശ്നമേയല്ല. അങ്ങനെ മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം നമ്മുടെ എല്ലാവിധ ആഘോഷങ്ങളും എന്റേത് നിന്റേത് എന്നതിനപ്പുറം നമ്മുടേതായി തീരും. നമ്മുടെ ആഘോഷവേളകൾ, തീന്മേശകളിൽ നമ്മൾ ഒരുമിച്ച് പരസ്പരം പങ്കുവെക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യമുണ്ടായാൽ മതി. ലോകഗുരു തിരുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വിശ്വാസത്തിന്റെ യഥാർത്ഥ ആശയ സത്തകളെ പകർത്താൻ വേണ്ടി വന്ന സ്വഹാബിയുടെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തത് അപ്രകാരം തന്നെയാണ്. നീ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണം, അവനെ പട്ടിണിക്കിടാൻ പാടില്ല എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നുണ്ട്. നീ നിന്റെ ഭാര്യയോട് ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം, നിന്റെ സന്താനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം, നിന്റെ മാതാപിതാക്കളോട് ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം, നീ ഇടപഴകുന്ന മേഖലകളിൽ ഉത്തരവാദിത്വമുണ്ടായിരിക്കണം, നിന്റെ ജീവിതോപാധികളിൽ നീ ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം. നീ സമൂഹത്തിന്റെ ഏതേത് തുറകളിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും നീ ഉത്തരവാദിത്വ ബോധമുള്ളവനായിരിക്കണമെന്ന് ലോകഗുരു തിരുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നു. അങ്ങനെ തന്നെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും വിചാരപ്പെടുകയും പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ നിരന്തരമായി നിലനിൽക്കണമെന്ന് അഭിലഷിക്കുകയാണ് SYS. അങ്ങനെ ഒരു തലമുറ ഇവിടെ നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്രമേൽ മനോഹരമായി തീരും. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്നേഹവും സൗഹാർദ്ദവും ഇതിലേറെ പുഷ്കലമായി നമുക്ക് നിലനിർത്താൻ സാധിക്കും. നമുക്കിടയിൽ ജാതീയതയുടെ, വംശീയതയുടെ, വർഗീയതയുടെ വേർതിരിവുകൾ ഉണ്ടാവും.